ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നതിന്, നാം ദൈവത്തിൽ നിന്ന് അകലുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്തെന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ അശ്രദ്ധയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. യേശുവിൽ പ്രിയ സഹോദരർ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ ശിഷ്യന്മാരോട് ഫരിസയരുടെ പുളിപ്പിനെ ശ്രദ്ധിക്കുവിൻ, അല്ലെങ്കിൽ ഫരിസയരുടെ കാപട്യത്തെ ശ്രദ്ധിക്കുവിൻ എന്ന് പറയുന്നതിലൂടെ ജീവിതത്തിലെ അശ്രദ്ധ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുമെന്നൊരു മുന്നറിയിപ്പാണ് യേശുനാഥൻ അവർക്ക് നൽകുന്നത്. ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നാം നമ്മുടെ ജീവിതം ഒന്ന് വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾക്ക്, വേദനകൾക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ജീവിതത്തിലെ അശ്രദ്ധ തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. ഒന്നാമതായി, ജീവിതത്തിലെ അശ്രദ്ധ നമ്മെ ആത്മീയമായി തകർക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കൽപ്പനകൾ അനുസരിക്കുന്നവൻ ജീവിക്കും, ഉപദേശങ്ങളെ തള്ളിക്കളയുന്നവൻ മൃതിയടയും. രണ്ടാമതായി, നമ്മുടെ സംസാരത്തിലെ അശ്രദ്ധ, വാക്കുകളിലെ അശ്രദ്ധ നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വീണ്ടും വിചാരമില്ലാത്ത സംസാരം മുറിപ്പെടുത്തുന്നു എന്നാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യത്തിൽ യേശുനാഥൻ പറയുന്നു, അവസാന വിധി ദിവസത്തിൽ നീ വ്യർത്ഥമായിട്ട് പറയുന്ന ഓരോ വാക്കുകൾക്കും നീ വില കൊടുക്കേണ്ടതായിട്ട് വരും. മൂന്നാമതായി, ഒരുക്കത്തിൽ ശ്രദ്ധയില്ലാത്ത നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലെ തകർച്ചയ്ക്ക് കാരണമായി മാറുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 24-ാം അധ്യായം 33-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അലസൻ പറയുന്നു, കുറച്ചുകൂടെ കിടക്കാം, അല്പനേരം കൂടി വിശ്രമിക്കാം, ഫലമോ ദാരിദ്ര്യം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ വിവേകശൂന്യകളായ കന്യകൾക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടുന്നത് ഒരുക്കത്തിൽ അവർക്കുണ്ടാകുന്ന അശ്രദ്ധ മൂലമാണ്. നാലാമതായി, നമ്മുടെ പ്രവൃത്തികളിലെ അശ്രദ്ധ നമ്മുടെ ജീവിത തകർച്ചയ്ക്ക് കാരണമാകുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വിവേകി ജാഗരൂകതയോടെ തിന്മയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു, വീണ്ടും വിചാരമില്ലാത്തവൻ എടുത്തു ചാടുന്നു. വീണ്ടും ഗലേഷ്യൻസ് 6:7 പൗലോസ്ലീഹ പറയുന്നു, കർത്താവിനെ കബളിപ്പിക്കുവാൻ സാധിക്കുകയില്ല, നീ വിതയ്ക്കുന്നത് തന്നെ നീ കൊയ്യും. അഞ്ചാമതായി, നമ്മുടെ ചിന്തകളിലെ അശ്രദ്ധ നമ്മുടെ ജീവിതത്തെ തകർച്ചയ്ക്ക് കാരണമാകുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുവാൻ, കാരണം ജീവന്റെ അരുവി ഒഴുകുന്നത് നിന്റെ ഹൃദയത്തിൽ നിന്നാണല്ലോ. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ അശ്രദ്ധകൾ നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾക്കും വേദനകൾക്കും കാരണമായി മാറുന്നു എന്ന സത്യമാണ്. അതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ജീവിതത്തിൽ അശ്രദ്ധയില്ലാതെ ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. ശ്രദ്ധാപൂർവം ജീവിക്കുന്നതിനുള്ള ഉത്തമ അടയാളമാണ് യേശുനാഥൻ എന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. യേശുനാഥൻ ഒരു മനുഷ്യനായി ജനിച്ചിട്ടും തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ശ്രദ്ധാപൂർവം ജീവിച്ചതുകൊണ്ട് മാത്രമാണ് പാപത്തിൽ അകപ്പെടാതെ ദൈവപുത്രനായി ജീവിക്കുവാനായിട്ട് യേശുനാഥന് സാധിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധയോടെ ജീവിക്കുമ്പോൾ മാത്രമാണ് നാം പാപത്തിൽ വീഴാതെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ജീവിതം കാഴ്ചവെക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നത് എന്ന സത്യം ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എഫേഷ്യൻസ് 5:15 പൗലോസ്ലീഹ പറയുന്നു, വിവേകശൂന്യകളാകാതെ വിവേകപൂർവം പ്രവർത്തിക്കുവിൻ. അതിനാൽ പ്രിയ സഹോദരരെ, അശ്രദ്ധയോടെ ജീവിതം നയിക്കാതെ ശ്രദ്ധാപൂർവം ജീവിക്കുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നതനുസരിച്ച് അപ്രകാരം യേശുക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് ശ്രദ്ധാപൂർവം ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരധ്യായം സുവിശേഷം വായിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. രണ്ടാമതായി, ജീവിത വിശുദ്ധിയിൽ മാറ്റമില്ലാതെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഈ വചന ശുശ്രൂഷ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.